നിരാശയുണ്ടെങ്കിലും ഇന്ത്യയുടെ കളിയിൽ സംതൃപ്തരാണ് ആരാധകർ. ശക്തരായ ടീമുകൾക്കെതിരെ 90 മിനിറ്റും കളിച്ചു നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്തതാണ് പ്രശ്നമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. അതേസമയം ഇന്ത്യ നന്നായി കളിച്ചെന്നാണ് ഓസ്ട്രേലിയൻ ആരാധകരുടെ പക്ഷം. ഫൈസൽ ഹംസ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തോറ്റെങ്കിലും കളിയുടെ ആദ്യ പകുതിയിൽ ഇന്ത്യ നടത്തിയ പ്രകടനത്തിൽ പൂർണ്ണ സംതൃപ്തരാണ് ഇന്ത്യൻ ആരാധകർ. അടുത്ത മത്സരങ്ങളിൽ അവർ ഇന്ത്യ മികച്ച പ്രകടനത്തോടെ തിരിച്ചു വരുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുറച്ച് മലയാളി ആരാധകർ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അത് മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? മത്സരം നന്നായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ട വേൾഡ് കപ്പ് കളിച്ച ടീമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അവരായിട്ട് ഇത്രയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഗോള് സമനില പിടിച്ചതിൽ വളരെ ഭംഗിയോടെ തന്നെ ഇന്ത്യ കളിച്ചിരുന്നു. ഇനി വരും കളി നമുക്ക് തീർച്ചയായും പ്രതീക്ഷയുണ്ട്. എങ്ങനെയാ രണ്ടാം പകുതിയിൽ തീർത്തും നിരാശപ്പെടുത്തിയോ? നോക്കാം. നമുക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ, 2 കളി കൂടെ ബാക്കിയുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം. ബോള് മൊത്തം ഓസ്ട്രേലിയയുടെ കയ്യിലായിരുന്നു. എന്നാലും നന്നായി ഫസ്റ്റ് ഹാഫില് ഓസ്ട്രേലിയ പ്രതിരോധം ബ്ലോക്ക് ചെയ്ത് നല്ല രീതിയായിരുന്നു. Yeah, because they did played it tough for us. That free kick, the goalkeeper did very good. Yeah, it's some good saves, didn't he? Yeah, it was a good match. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. റാങ്കിൽ 25 നിൽക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയയോട് നല്ല പൊരുതി നിന്നു. കഴിഞ്ഞ 4-0 ഇപ്പോൾ 2-0. അതന്നെ നല്ല കളിയാണ്. ആദ്യത്തെ 2 മിനിറ്റ് നല്ല കളി കാഴ്ചവെച്ചു ഫസ്റ്റ്. പിന്നെ അവസാന നിമിഷവും കുറച്ച് ചെറിയൊരു ശ്രമിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല. എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ തന്നെയാണ് നല്ല കളി. തന്നെയാണ് ഏറ്റവും നല്ല കളി. പിന്നെ പാസിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാ പാസും ഫെയിലായി പോകുന്നത്. ഇന്നത്തെ കളി നല്ല കളിയായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഗോളി നല്ല പെർഫോമൻസ്. ഗോളില്ലെങ്കിൽ ഒരു 6 ഗോളിന് തോൽക്കണ്ടേ? നമ്മുടെ ഗോളി ശക്തമായിട്ട് ഈ കളിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത 2 കളിയിൽ ഇന്ത്യ ജയിക്കുന്നില്ല പ്രതീക്ഷ തന്നെ കേട്ടോ. കാരണം ഇതിന് ഓസ്ട്രേലിയ അത്യാവശ്യം ഫിഫ റാങ്കിൽ 24 റാങ്കല്ല, 24 അതുകൊണ്ട് അതേ റാങ്ക് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. How are you? I'm from Australia, from Melbourne. I want to say that it was a really good game. It was fantastic to watch. India did well. Unfortunately, I just think Chetri and Lala Shinga, it's not enough. Unfortunately, the better team won, but it was fantastic. But we lovely Indian people around us, but go Aussies! കളി ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് മുതൽ ഡിഫെൻഡിങ്ങിൽ മാത്രം ഒതുങ്ങി അങ്ങനെ പോയി. അതാണ് ഈ കളിയിൽ മെയിനായിട്ട് പറ്റിയത്. പിന്നെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള സഹലോ രാഹുൽ KP അങ്ങനെ ആരും ഇറങ്ങിയതും കണ്ടില്ല. അതുകൊണ്ട് നിരാശ. ഇന്ത്യ നന്നായി കളിച്ചു. പക്ഷേ അവരുടെ കാര്യക്ഷമതയ്ക്ക് നമ്മൾ പോരാൻ തോന്നുന്നു. എന്നാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റിൽ ഓക്കെ ആവും. ഇന്ത്യൻ ടീമുണ്ടല്ലോ, നല്ല മട്ടൺ സൂപ്പ് കഴിക്കേണ്ട കുറവില്ല. അവിടെ എത്തുന്നില്ല. അവരടിക്കാൻ നമ്മളെ ടീമിന് എന്താ പറയുക, നല്ലൊരു മാച്ചായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഓസ്ട്രേലിയ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് അവർക്ക് വിജയമുണ്ടായി. ഈ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് നന്നായിട്ട് നല്ല ഡിഫൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല ഡിഫൻസ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു കളിയായിരുന്നു അങ്ങനെ പറയണം. കാരണം ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ 25 റാങ്ക് ഫിഫ 25 റാങ്ക് നിൽക്കുന്ന ഓസ്ട്രേലിയയാണ് ഇന്ത്യ നേരിട്ട്. നല്ല പ്രതിരോധം സൃഷ്ടിച്ചു. നല്ലപോലെ തന്നെ നമ്മൾ മുന്നേറി. മത്സരത്തിൻ്റെ സ്കോർ 2-ൽ അവസാനിച്ചു. 2-0 എന്നൊരു ഗോളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അത്യാവശ്യം പ്രസ് നിന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന കളികൾ ഇന്ത്യ മെച്ചപ്പെട്ട കളി എന്തായാലും പുറത്തെടുക്കും. കാരണം ഓസ്ട്രേലിയ പോലുള്ള ഒരു മികച്ച ടീമായിട്ട് ഇന്ത്യ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത കളികൾ നല്ല പ്രതീക്ഷ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ അവർ പറ്റുന്ന രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്ത് നിന്നു. പക്ഷേ ഇൻഷാ അല്ലാഹ് അടുത്ത കളി അവർ തീർച്ചയായും തിരിച്ചു വരും. അവർ നല്ല രീതിയിൽ കളി വെക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തിലായിട്ട് അവർ റൗണ്ട് 16 കയറി വന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ശക്തരായ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഇന്നത്തെ ഗെയിം. നമുക്കറിയാം വലിയ ടീമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയ. അടുത്ത മത്സരങ്ങൾ ഉസ്ബെക്കിസ്ഥാനും സിറിയയുമാണ് ഇന്ത്യയുടെ എതിരാളികൾ. താരതമ്യേന ഓസ്ട്രേലിയയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർ ദുർബലരാണ് എന്ന് പറയാം. ആ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനത്തോടെ മുന്നോട്ട്, അതായത് പ്രീ ക്വാർട്ടർ വരെയെങ്കിലും മുന്നേറാനാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.